വയോധിക ദമ്പതികളുടെ വീട്ടിൽ നടന്ന മോഷണത്തിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. മത്സ്യബന്ധന തൊഴിലാളിയായ ആലപ്പാട് അഴീക്കൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലായിരുന്നു മോഷണം. ചികിത്സയ്ക്കായി കുടുംബശ്രീയിൽ നിന്നും വായ്പ വാങ്ങിയ 65,000 രൂപയും സ്വർണവളയുമാണ് കവർന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഓപ്പറേഷത്തിന് വേണ്ടി ലോൺ എടുത്ത് സ്ത്രീശക്തിന് ലോൺ എടുത്ത പൈസയായിരുന്നു 65,000 രൂപ. ഡേറ്റ് ഇട്ട് തന്നെയാണ്. അടുത്ത മാസം 7-ാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണമെന്ന്. ആ പൈസയും 2 ഗ്രാമിൻ്റെ ഒരു വളയുമാണ് ഈ വീട്ടിനകത്ത് നഷ്ടപ്പെട്ട് ഈ വീട് നശിപ്പിച്ച് ഈ വരവ് വന്ന് ഞങ്ങളെ വെട്ടിക്കൊന്ന് കൊന്നിട്ടാൽ പോലും അറിയത്തില്ല. ഞങ്ങൾക്കിനി ഈ വീട്ടിൽ ജീവിക്കാൻ ഭയമാണ്. ആലപ്പാട് അഴീക്കൽ പനമൂട്ടിൽ കൃഷ്ണൻ കേശിനി ദമ്പതികളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഗൃഹനാഥനായ കൃഷ്ണന്റെ ചികിത്സയ്ക്കായി ദമ്പതികൾ ആശുപത്രിയിൽ പോയ ദിവസം രാത്രിയിലായിരുന്നു മോഷണം. പ്രായമേറെയായെങ്കിലും ഉപജീവനത്തിനായി മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളിയാണ് കൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത വെട്ടുകത്തി ഉപയോഗിച്ച് കതകും വീടിനുള്ളിലെ അലമാരകളും തകർത്താണ് മോഷ്ടാക്കൾ പണവും സ്വർണവും അപഹരിച്ചത്. ഗൃഹനാഥന്റെ ചികിത്സയ്ക്കായി കുടുംബശ്രീയിൽ നിന്നും വായ്പയെടുത്ത 65,000 രൂപയും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വളയുമാണ് കവർന്നത്. വീടിനുള്ളിൽ ഉപ്പ് വിതറി വിദഗ്ധമായ രീതിയിലായിരുന്നു മോഷണം. മോഷ്ടാക്കൾ തകർത്ത കതക് പുനഃസ്ഥാപിച്ചു. ദമ്പതികളുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഓച്ചിറ പോലീസ് പരിശോധന നടത്തി. മോഷ്ടാക്കളെ എത്രയും വേഗം കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VS പ്രേംകുമാർ ആവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് ഇത്തരം അതിക്രമങ്ങളും അക്രമങ്ങളും ഒന്നും നടന്നിട്ടില്ല. 2 വൃദ്ധജനങ്ങൾ താമസിച്ച വീട്ടിൽ കയറി അവരില്ലാത്ത സമയത്ത് അതിക്രമം കാണിക്കുകയും അവരുടെ പണവും സ്വർണവും കവർന്നെടുക്കുകയും ചെയ്തിപ്പോൾ 5 ദിവസമായി. അധികാരികൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ അതിക്രമം കാണിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ഇവർക്ക് നഷ്ടപ്പെട്ട പണവും സ്വർണവും തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ഇടപെടലും നടത്തണമെന്ന് CPIM ആലപ്പാട് നോർത്ത് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.